ഈ ശാന്തി യോഗ നമ്മൾ യോഗ പരിശീലകര് പഠിതാക്കള് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ധൃതി പിടിച്ച് തിരക്ക് പിടിച്ച് പരിശീലന പദ്ധതികളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കാതെ പോകുന്നത് തിരക്ക് പിടിച്ച് പരിശീലിക്കുമ്പോൾ അവരുടെ ശ്വാസത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ശ്വാസവും ശ്രദ്ധയും കേന്ദ്രീകരിച്ച് ഇത് സമന്വയമായി കൂടിച്ചേർന്ന് യോഗ എന്ന് പറഞ്ഞ യൂണിറ്റി എന്നുള്ള അർത്ഥം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു വൃത്തിയിൽ ഭംഗിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായ ബോധത്തിൽ അവർക്ക് പരിശീലിക്കുവാൻ സാധിക്കുകയും അവരുടെ ചലനങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുള്ളിലുണ്ടായിരിക്കുന്ന നമ്മൾ നെഗറ്റീവ് ചിന്തകളെ ആ ഒരു അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുവാൻ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിൽ നല്ല മികച്ച രീതിയിലുള്ള പരിശീലനം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാ പഠിതാക്കളും തിരക്ക് പിടിക്കാതെ ആസന ശുദ്ധി നമ്മുടെ ആസനങ്ങളല്ല അതിന് പ്രാധാന്യമല്ല, നമ്മൾ പരിശീലനത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആസനങ്ങൾ നിയമ ആസനങ്ങൾ എന്ന് പറയുന്ന മാതിരി തന്നെ നമ്മുടെ പരിശീലന പദ്ധതി കൂടുതലായിട്ടും നമ്മൾ ബ്രീത്തിങ് കോൺസെൻട്രേഷൻ കൂട്ടി നല്ല ഭംഗിയായിട്ട് ചിട്ടയോടെ പരിശീലിക്കുവാൻ സാധിക്കട്ടെ. ഉറക്കമില്ലാതെ ശരീരത്തിന് അയവ് കൊടുത്ത് പതുക്കെ ശ്വാസമെടുത്ത് മുന്നോട്ട് ഉയർന്നു പോകുന്നു. സാവകാശം ഉയർന്ന് കൈകൾ നല്ല ഒരേ ലെവലിൽ മുന്നോട്ട് ഉയർന്നു പോകുന്നു. വളരെ ഈസി ആയിട്ട് കൈകൾ താഴേക്ക് വന്നത് റിലാക്സ് കൊടുത്തു, റിലീസ് കൊടുത്തു. വളരെ ലളിതമായിട്ട് കണ്ടോ. വീണ്ടും നമ്മൾ കൈകൾ നല്ല ഭംഗിയിൽ ശ്വാസമെടുത്ത് മുകളിലേക്ക് ഉയർത്തി. ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ചെയ്യുന്നത് പശ്ചിമോത്താനാസനമാണ്. പശ്ചിമോത്താനാസനത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാവരുടെയും കാലുകൾ അടുത്ത് നിൽക്കുന്നു. കാലുകൾ നമ്മൾ യോജിച്ച് നിൽക്കുകയാണ്, അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും കാലുകൾ നല്ല ഭംഗിയിൽ അടുപ്പിച്ച് വെച്ച് ശരീരം നല്ല ഭംഗിയിൽ നിവർന്നിരുന്ന് അരക്കെട്ട് യാതൊരു മുറുക്കവും ഇല്ലാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി എങ്ങനെയാണ്? സാവകാശം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് മുഖം പ്രസന്ന നല്ല ഹാപ്പിനെസ്സോട് കൂടി ഒരേ അളവിൽ അവർ മുന്നോട്ട് വരികയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നമ്മൾ ഒന്നിച്ച് യോഗ ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഒരേ ലെവലില് വൃത്തിയിൽ ചെയ്യുന്നതിന്റെ ഒരു നല്ല ഭംഗിയിലുള്ള വീഡിയോ ആണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ശാന്തി യോഗയുടെ പരിശീലന ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തിരക്ക് പിടിക്കാതെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് തല നല്ല ഭംഗിയിൽ പരമാവധി എത്രത്തോളം മുന്നോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ശരീരത്തിന് മുറുക്കമില്ലാതെ മുന്നോട്ട് നമ്മൾ കൊണ്ടുവരിക. വളരെ ലളിതമായിട്ട് യാതൊരു സിമ്പിളായിട്ട് ഇവിടെ പ്രായഭേദമന്യേ നമുക്ക് പരിശീലിക്കാൻ സാധിക്കുക എന്ന് കാണിക്കുകയാണ്. ഇനി അവർ തല താഴേക്ക് താഴ്ത്തി നോക്കുള്ളൂ. തല പതുക്കെ താഴ്ത്തി നോക്കുമ്പോൾ നമുക്കൊരു റിലാക്സ് അവിടെ കിട്ടുകയാണ്. ഇത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ സൂര്യ നമസ്കാരമാണെങ്കിലും ആസനങ്ങളാണെങ്കിലും പരിശീലിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനി ആ കൈകൾ നേരെ നിവർത്തി വളരെ ആയാസത്തിൽ. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു ആസനാസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സമയമെടുത്ത് വളരെ ലളിതമായിട്ട് സരളമായിട്ട് നമുക്ക് മുറുക്കമില്ലാതെ സാവകാശം കൈകൾ താഴേക്ക് വരും. ഇപ്പോൾ ശ്വാസം നല്ല ഭംഗിയുണ്ട്, ഫുൾ എക്സേലാണ് കൊടുക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് വന്ന് കൈകൾ ബാക്കിൽ നിന്ന് റിലാക്സ് ചെയ്ത് വിശ്രമിക്കുന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ ശരീരത്തിന് മുറുക്കമില്ലാതെ യാതൊരു പ്രയാസമില്ലാതെ പരിശീലിക്കുക. ഇത് തിരക്ക് പിടിച്ച് പരിശീലിച്ചുകൊണ്ട് നമുക്ക് യോഗയുടെ ആ ഒരു കൃത്യതയിൽ കൊണ്ടുവരാൻ നമുക്ക് യോഗ പരിശീലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിശീലനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടാതെ നമ്മൾ പരിശീലിക്കുന്ന രീതിയിൽ എക്സ്റ്റേണൽ ബേസിക്സ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പരിശീലിക്കാൻ സാധിക്കട്ടെ. നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ശാന്തിയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇത് പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിതാക്കളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രയാസമില്ലാതെ ശരീരത്തിന് ടൈറ്റ് കൊടുക്കാതെ മസിൽ പവർ ഇല്ലാതെ ഇതേ രീതിയിൽ പരിശീലനം തുടർന്ന് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ.